കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് KSCB ഓഫീസിലേക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. പൂവാട്ടുപറമ്പ് ആനക്കഴിക്കര സ്വദേശി മുഹമ്മദ് റിജാസ് ഷോക്കേറ്റ് മരിച്ചത് KSCB ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണെന്ന് ആരോപിച്ചാണ് ബഹുജന മാർച്ച് നടന്നത്. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, ആശ്രിതർക്ക് ജോലി നൽകുക, ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കുക, കോവൂർ KSCB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച്. MK രാഘവൻ MP, PK ഫിറോസ്, ഫാത്തിമ തഹ്ലിയ, ദിനേശ് പെരുമണ്ണ എന്നിവർ നേതൃത്വം നൽകി. ഇതിന്റെ ഉത്തരവാദിത്വം KSCBക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കപ്പെടുന്ന ഒരു അന്വേഷണമായി മാറണം. നരഹത്യക്ക് കേസെടുക്കണം. മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന FIR, ആ FIR ദുർബലമാണ്. അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ള കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. ആശ്രിതർക്ക് ജോലി നൽകണം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് കുറ്റിക്കാട്ടൂർ മുണ്ടുപാലം റോഡിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചത്. വാഹനം തകരാറിലായതിനാൽ റോഡരികിലെ കടയ്ക്കു മുന്നിൽ വാഹനം വെച്ച് ഉള്ളിലേക്ക് കയറിയപ്പോൾ തൂണിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. വൈദ്യുതി കമ്പികളിൽ ചോർച്ചയുണ്ടെന്ന പരാതി ലഭിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് KSCBയുടെ വിശദീകരണം. ജനം, കോഴിക്കോട്.